പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം യുവജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ. സാമ്പത്തിക ഞെരുക്കത്തിന്റെ മറവിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കവും നിയമന നിരോധനവും യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു. വിലക്കയറ്റം മൂലം സാധാരണക്കാർ നട്ടം തിരിയുമ്പോൾ ആശ്വാസമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ലാതെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അടിയന്തരമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നെൽകർഷകരുടെ നെല്ല് സംഭരണത്തിന്റെ തുക ഉടൻ നൽകാൻ തയ്യാറാകണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉർലുകുന്നം, ട്രഷറർ റോയി ജോസ്, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് അമ്പലാറ്റിൽ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കുട്ടുമേൽക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രവർത്തനത്തിൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സംവിധാനത്തിൽ നമ്മൾ മാറേണ്ടി വന്നു. ഏതായാലും അന്ന് നിരവധി ആളുകൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുവാനും അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ഇരുന്നതിനുള്ള ക്ഷണമൊക്കെ വന്നുവെങ്കിലും ഇടതുപക്ഷത്തേക്ക് പോകണ്ട എന്ന ശക്തമായ തീരുമാനമെടുത്ത് BJP നേതൃത്വം കൊടുക്കുന്ന, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ കൃഷിക്കാർക്ക്, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പദ്ധതികൾ കേരള കോൺഗ്രസ് വഴി നമുക്ക് ആശയങ്ങളോട് നമുക്ക് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. റബ്ബറിന്റെ ഉൾപ്പെടെ കാർഷിക വിളകളുടെ വില തകർച്ച, വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നമ്മുടെ തെരുവുനായ ആക്രമണം, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ സാധിക്കുന്നത്. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ കേരള കോൺഗ്രസിൻ്റെതായ നമുക്ക് നമ്മുടെ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ പ്രതികരിച്ചേ മതിയാവും. കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നാൽ ഇനി നമുക്ക് ആ തരത്തിൽ ഇവിടുത്തെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ശക്തമായി നമുക്ക് പ്രതികരിച്ച് നമുക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമുക്ക് നമ്മളെ ഇപ്പൊ കൂടിയിരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും നേതാക്കന്മാരാണ്. നമ്മളെല്ലാവരും കൂടി കൂട്ടായി ഈ ഒന്ന് പരിശ്രമിച്ചെങ്കിൽ നമുക്ക് വരുന്ന നാളുകളിൽ നമുക്ക് ഈ പാർട്ടിയെയും സംഘടനയെ നമുക്ക് കൂടുതൽ കരുത്തോടുകൂടി കെട്ടിപ്പടുക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട നേതാവായ സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ സാഹൂതം വീക്ഷിക്കാറുണ്ട്. കാരണം 14 ജില്ലകൾ കേരളത്തിലുണ്ട്. ഈ 14 ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ഇത്രമാത്രം ശക്തമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാർട്ടിയുടെ നയങ്ങളെ ഉയർത്തിയ ഞാൻ പറയുകയാണെങ്കിൽ ജോസഫ് സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, കാണിച്ചത് വിശ്വാസവഞ്ചനയാണ്. ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ചതിയാണ് ഇത്. മാണി സാറിനോടുമുള്ള ബഹുമാനം എല്ലാം ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, പലപ്പോഴും കേരള കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം പിടിമുറുക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ജോസഫ് ഗ്രൂപ്പിൽ സംഭവിക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തിനേക്കാളും ഉപരിയായി ജോസഫ് സാറിനെ പോലും വെറും നോക്കുകുത്തിയായി നിർത്തുന്ന രീതിയിലേക്ക് മോൻസ് ജോസഫ് പെരുമാറുന്ന കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. സജിച്ചേട്ടൻ എന്താണ് ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ചെയ്തത്? ഇവിടെ ആ സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് മുതൽ ജോസഫ് ഗ്രൂപ്പിനെ വളർത്തി പരിപാലിച്ചത് സജി മഞ്ഞക്കടമ്പിൽ എന്ന വ്യക്തി തന്നെയാണ്. ആ കാലഘട്ടത്തിൽ, ആ സ്പ്ലിറ്റ് ഉണ്ടായ കാലഘട്ടത്തിലെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കടന്നു പോവുക, നമ്മളുടെ മാധ്യമങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക, എത്രയോ ഇടങ്ങളിലാണ് അന്ന് ശക്തമായി ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചത്. നേതൃസംഗമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സമയത്തോളം നമുക്കറിയാം, കേരള കോൺഗ്രസിൽ പലരുണ്ടെങ്കിൽ കൂടി, പല കേരള കോൺഗ്രസിൽ പല മുന്നണികളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ദേശീയതത്വം സഞ്ചരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP മുന്നണിക്കൊപ്പമാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ആ പാർട്ടിയുടെ രൂപീകരണവും. അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവും BJP നേതൃത്വം കൊടുക്കുന്ന NDA-യുമായിട്ട് സഹകരിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. സംഘടനാപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ
14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയും അതിനുശേഷം യുവജന കമ്മിറ്റി രൂപീകരണങ്ങളുമായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുത്തിട്ടുള്ള ഷോർട്ട് നോട്ടീസിൽ തീരുമാനമെടുത്തിട്ടുള്ള ഒരു ചെറിയ നേതൃയോഗമാണ് ഇവിടെ ചെയ്യുന്നത്.